ഹലോ, ഇന്നതേ നമ്മൾ രാവിലെ തന്നെ റെഡിയായിട്ട് നക്ഷത്രക്കുട്ടിയുടെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണേ. അവൾക്കിപ്പോൾ 1.5 വയസ്സായി. 1.5 വയസ്സിൽ എടുക്കേണ്ട വാക്സിൻ എടുക്കാനായിട്ട് വീടിന് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് പോവുകയാണ്. ഇന്ന് സജീഷ് ചേട്ടനും ലീവായിരുന്നു. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല എന്നറിയാം. അത്യാവശ്യം പെയിനുള്ള ഇഞ്ചക്ഷനാണ്, വേദന എടുക്കും, പനി വരും എന്നൊക്കെ നേരത്തെ ആശാവർക്കർ നമ്മളെടുക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ വണ്ടിയിലാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ തപ്പി നടന്നേ. ആശാവർക്കറെ ഒന്നും അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ നാട്ടിലെ സിസ്റ്റം പോലാണ് ഇവിടെയെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ ചീട്ട് എടുത്തിട്ടാണല്ലോ ഡോക്ടറെ കാണേണ്ടത്. അങ്ങനെ വിചാരിച്ചിട്ട് ചാടിത്തുള്ളി കണ്ട ലൈനിൽ കയറി അങ്ങ് ക്യൂ നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും എല്ലാവരും ലൈനിൽ നിൽക്കുന്നുണ്ട്. ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആശാവർക്കർ കോൾ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് റൂം നമ്പർ 9 പോകണം, അവിടെയാണ് വാക്സിൻ ഉള്ളതെന്ന്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും 1-2 പേരുണ്ടായിരുന്നു ലൈനിൽ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നക്ഷത്രം ഇങ്ങനെ നോക്കി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന ആ ലേഡിയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അവർ ഡോക്ടറാണ്, ഇവിടെ ഡോക്ടറാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഒരുവിധം നക്ഷത്രത്തെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. 3 ദിവസം നല്ല വേദനയും പനിയും ഒക്കെ ഉണ്ടായിരുന്നു. രാവും പകലും ഒക്കെ കരച്ചിൽ തന്നെയായിരുന്നു. 3-ാമത്തെ ദിവസമാണ് കാലൊന്ന് നിലത്ത് കുത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.